നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി ഞാൻ രണ്ട് മൂന്ന് ചാനലുകൾ തിരയുന്നുണ്ട്. രണ്ട് പ്രത്യേക ചാനലുകൾ. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ചാനൽ എന്നുള്ളത്. ആ ചാനലുകൾ അരിച്ചു പെറുക്കി പരിശോധിക്കുന്നു. അവർക്ക് വാർത്തകളില്ല, ചാനൽ ചർച്ചകളില്ല, ഒന്നുമില്ല. ചാനൽ ചർച്ച ഇല്ല എന്നല്ല, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ പറ്റി ഒരു വാർത്തയുമില്ല. സാധാരണഗതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അപവാദങ്ങളും അപഖ്യാതികളും ദേ കുടുങ്ങി ഇതോ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മൂന്ന് പ്രത്യേക ചാനലുകൾ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് കൃത്യമായി എന്ന് മുതലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഷ്മിക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തില്ലേ? ഹാഷ്മിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്റർവ്യൂ കൊടുത്തു. അത് ഹാഷ്മിക്ക് തന്നെ കൊടുത്തതിന് കാരണമുണ്ട്. ഹാഷ്മിയാണ് ചാനലിൽ പരസ്യമായിട്ട് പറഞ്ഞത് എന്ത് രാഹുൽ കസ്റ്റഡിയിലായി എന്നൊക്കെ, ഹോസ്ദുർഗിൽ വെച്ച് കസ്റ്റഡിയിലാന്നൊക്കെ പറഞ്ഞ് വളരെ ഇതേ കസ്റ്റഡിയിലായി, ഇനിയിപ്പോ അങ്ങനെ പോകും ഇങ്ങനെ പോകുന്നു പറഞ്ഞത് ഹാഷ്മിയാണ്. ആ ഹാഷ്മി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തും കൂടിയാണ്. അപ്പോ രാഹുൽ ഒരു പ്രതികാര നടപടി എന്നോണം ഹാഷ്മിക്ക് തന്നെ ഇന്റർവ്യൂ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇന്റർവ്യൂ കൊടുത്തു. അദ്ദേഹത്തിന്റെ കുരുട്ടുകുത്തിയൊന്നും നടന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിച്ച് പോരുകയും ചെയ്തു. ഈ ഇന്റർവ്യൂ വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഷഹനാസ് വന്നിട്ട് മുഴുവൻ ചാനലുകളുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അവഹേളിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി. രാഹുൽ കോഴിയാണ്, എനിക്ക് അവനെ പണ്ടേ അറിയാം, മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആക്ഷേപങ്ങൾ ചൊരിയുന്നത് നമ്മൾ കണ്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിയെ ആക്ഷേപിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഹാഷ്മിയായിട്ടുള്ള സംസാരത്തിൽ ഒന്നും സംസാരിച്ചിട്ടില്ല, ഒന്ന് പരാമർശിച്ചു പോയിട്ടുണ്ട്. എന്റെ കഥകൾ ചോദിക്കുമ്പോൾ ആ കഥകൾ മറുപടി പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ആക്ഷേപിക്കുന്ന രീതിയിലൊന്നും സംസാരിച്ചില്ല. പക്ഷെ ഷഹനാസ് പിറ്റേ ദിവസം വന്നിട്ട് വളരെ മോശമായാണ് സംസാരിച്ചത്. ആ ഒരു ആക്ഷേപത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്തതിന് ശേഷമാണ് ചാനലുകൾ മിണ്ടാതായത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് അതിന് തൊട്ടു മുമ്പായിരിക്കും ഒരുപക്ഷെ ചാനലുകൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ആ സമയത്താണ് മനസ്സിലായെന്ന് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് വന്നിട്ട് ജാമ്യം കിട്ടി പാലക്കാട് വന്ന ശേഷം ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്ന സമയത്ത് ചായ ഊതി ഊതി കുടിച്ച് മാധ്യമങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, മാധ്യമങ്ങളെ കുത്തി കുത്തി ചോദിച്ചു, ഒരു അക്ഷരം മിണ്ടാതെ പോയത് കണ്ടല്ലോ. അതിന് കാരണം എന്ന് വെച്ചാൽ രാഹുൽ എല്ലാവരെയും പോലെ ഒരാളാണല്ലോ. അത് പ്രതിയാണെങ്കിലും വാദിയാണെങ്കിലും മറ്റുള്ള മനുഷ്യരെ പോലെ തന്നെ ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഒരു MLA ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി ആരാഞ്ഞിട്ട് വേണം മാധ്യമങ്ങൾ വാർത്തകൾ ചെയ്യാൻ. അത്തരത്തിലൊരു വാർത്ത പ്രചരണം അല്ലെങ്കിൽ വാർത്ത പറയുന്ന രീതി മാധ്യമങ്ങൾക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിസ്ഥാനത്ത് വെച്ചുകൊണ്ട് ഒരു പെണ്ണുപിടിയനായി അവർ അവരോധിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് മാധ്യമങ്ങൾ അങ്ങനെയല്ല സംസാരിക്കേണ്ടത്. മാധ്യമങ്ങൾ ആർക്കാണോ എന്താണോ പറയാനുള്ളത് അത് അതേപടി റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം വ്യക്തമായ അജണ്ട വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ സമയം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് മാറി നിന്നിരുന്നു. അത് ഒരു പക്ഷേ അവർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഷഹനാസിനെതിരെ DGPക്ക് അപകീർത്തി കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത ശേഷം മാധ്യമങ്ങൾ, ഈ ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഒന്നും സംസാരിക്കുന്നില്ല. വാർത്തകൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവരുടെ പഴയ അജണ്ടയിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അജണ്ടയിൽ നിന്ന് എന്താണ് പറ്റിയെന്ന് അറിയാൻ പറ്റും. അജണ്ട പ്രത്യേകിച്ചൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടം കോഴിയാണ്, അയാൾ തെമ്മാടിയാണ്, അയാൾ പെണ്ണുപിടിയനാണ്, അയാൾ ഇനി ഇവിടെ ജീവിച്ചിരിക്കേണ്ട, അയാൾ പോയി ആത്മഹത്യ ചെയ്യട്ടെ, അതായിരുന്നു നിലപാട്. അയാൾ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അയാളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും, ഇതായിരുന്നു ഇവിടെ നിലപാട്. ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി. മാധ്യമങ്ങൾക്ക് അത്യാവശ്യം കേസും വഴക്കും നിലവിലുണ്ട്. നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് അതിന് തന്നെ എന്തെങ്കിലും പറയുന്നതിന് അത്യാവശ്യം തരക്കേടില്ലാത്ത കേസും കാര്യങ്ങളുണ്ട്. ഷാജ് അസ്കറിക്ക് തന്നെ എന്റെ അറിവില് 130 മേലെ കേസുകളുണ്ട്. ആരെങ്കിലും ഡിഫമേഷൻ കേസ് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേസ് കൊടുക്കും. കാര്യം അയാൾ മിണ്ടരുത്, ആ നിലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ആൾക്കാർ, ഇപ്പോ അരുൺകുമാറിന് പോക്സോ വന്നില്ലേ? സത്യത്തിൽ പോക്സോ വരേണ്ട ഒരാവശ്യവുമില്ല, പോക്സോ കേസ് അനാവശ്യമാണ്. പക്ഷെ അത്തരത്തിലൊരു കേസ് വെച്ചു കൊടുത്താൽ അയാളൊന്ന് വട്ടം ചുറ്റുമല്ലോ. അങ്ങനെ വട്ടം ചുറ്റിക്കൽ മാത്രമാണ് ലക്ഷ്യം. അപ്പോ ആ വട്ടം ചുറ്റിക്കലിന് വേണ്ടിയിട്ട് ധാരാളം കേസുകൾ മാധ്യമങ്ങൾക്കുണ്ട്. അതിന്റെ രുചി റിപ്പോർട്ടർമാർക്കും മറ്റും അറിയുകയും ചെയ്യാം. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടുണ്ട്. രാഹുൽ അങ്ങനെയാണ്, ഇങ്ങനെയാണോ, മറ്റാണോ, മറിച്ചാണെന്ന് പറഞ്ഞവരൊക്കെ സംസാരിച്ച ആ വാർത്താ ശകലങ്ങൾ അവിടെ കിടപ്പുണ്ട്. മാധ്യമധർമ്മം, ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ പട്ടം ചാർത്തി കൊടുത്തിട്ടുള്ള മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ ആ ധർമ്മം മാറ്റിവെച്ചുകൊണ്ട്, ആ ധർമ്മം മറച്ചു വെച്ചുകൊണ്ട് ആരെയും ആക്ഷേപിക്കാൻ, അപമാനിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതിന്റെ ഫലം അത് ഒന്ന് അനുഭവിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി വല്ലതും കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അണ്ടം കീറും എന്നറിയാവുന്നത് കൊണ്ടാണോ
ഇവർ സംസാരം നിർത്തിവെച്ചേക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഏതായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ 3 ചാനലുകൾ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് മിണ്ടുന്നില്ല. പലരും അതിനകത്ത് വർത്തമാനം നല്ലോണം പറഞ്ഞിരുന്നു, അവർ പലരും അവിടെ നിന്ന് പോയി. അതായത് മടുത്തു. ചാനലിന്റെ അജണ്ട അനുസരിച്ചിട്ടാണ് റിപ്പോർട്ടർമാർ സംസാരിക്കുന്നത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്ന പലരും അവിടെ നിന്ന് നിർത്തിയിട്ട് ബിഗ് ടിവിയിലേക്ക് പോയി. അപ്പോൾ ഈ ചാനലുകളിൽ നിന്ന് സംസാരിക്കാൻ വയ്യ. പിന്നെ ഇവിടെ ചെറിയ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് ഇനിയിപ്പോ ഒരു ഡിഫോമേഷൻ കേസ് കൂടി വന്നു കഴിഞ്ഞാൽ സംഗതി പണി പാളും എന്ന് കരുതിയിട്ടാണോ ഇനി അവർ മിണ്ടാത്തത്? അതോ രാഹുൽ മാങ്കൂട്ടത്തിനോട് കളിച്ചു കഴിഞ്ഞാൽ പണി പാളും എന്ന് കരുതിയിട്ടാണോ, പണി വാങ്ങേണ്ടി വരും എന്ന് കരുതിയിട്ടാണോ, അതോ രാഹുലിന്റെ ഭാഗത്തും ന്യായമുണ്ട് എന്ന് കരുതിയിട്ടാണോ, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും രാഹുലിനെ ക്രൂശിക്കുന്ന പരിപാടി കുറെയൊക്കെ അവർ നിർത്തിയെന്ന് തോന്നുന്നു, 3 ചാനലുകൾ പ്രത്യേകിച്ച്. രാഹുലിനെതിരെ ഉള്ള കേസ്, 2ാമത്തെ കേസിലെ ഇര എന്ന് പറയപ്പെടുന്ന സ്ത്രീ, പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ത്രീ വന്ന് മൊഴി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് രാഹുലിനെ കുറിച്ച് അവസാനമായി ചെയ്ത വാർത്തയായി കണ്ടത്. അതിനുശേഷം വളരെ സജീവമായിട്ട് കാണാനില്ല. ആ മൊഴിക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ആ കേസ് എന്താണ് പോവുക, എങ്ങനെയാണ് പോവുക എന്നതിനെ കുറിച്ചൊന്നും മാധ്യമങ്ങളൊന്നും പറയുന്നില്ല. കോടതിയുടെ പരാമർശങ്ങൾ, 3 കോടതികളും രാഹുലിന് മുൻകൂർ ജാമ്യം കൊടുത്തിട്ട് ആ വിധിയിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ മാധ്യമങ്ങൾ കണ്ടില്ല, ചാനലുകൾ കണ്ടില്ല. അതൊക്കെ കണ്ടത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ചാനലുകൾ മാത്രമാണ്. അതുകൊണ്ടായിരിക്കും സോഷ്യൽ മീഡിയ ചാനലുകൾ അത് കൃത്യമായി കാണുന്നത് കൊണ്ടും ചാനലുകൾക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്ന് ഉള്ള വിഷമം കൊണ്ടൊക്കെ ആയിരിക്കണം. വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് പുലിവാല് പിടിക്കണ്ട എന്നോ, ഇനി അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പാണ് വരുന്നത്, ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വോട്ടും കൂടെ പോകും എന്ന് രാഹുലിന്റെ ജനപിന്തുണ കൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ ചാനലുകളോട് റിക്വസ്റ്റ് കൊടുത്താണോ എന്നും അറിയാൻ വയ്യ. കാരണം CPM എന്തായാലും അടി വാങ്ങും രാഹുൽ മാങ്കൂട്ടം കേസിൽ. ആ കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് VD സതീശൻ പക്ഷം അടി വാങ്ങും. കാരണം VD സതീശൻ പക്ഷത്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ ഷാഫി പറമ്പിലും ഒക്കെ. ഇവർ രണ്ടുപേരും VD സതീശന്റെ പക്ഷത്ത് നിന്ന് KC വേണുഗോപാൽ പക്ഷത്തേക്ക് മാറിയ സമയം മുതലാണ് രാഹുലിനെതിരെ കേസ് വന്നു തുടങ്ങിയത്, ഷാഫി പറമ്പിനെതിരെ അടി വന്നു തുടങ്ങിയത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. രാഹുലിനെതിരെയുള്ള കേസ് വരുന്നതും വോയിസ് നോട്ടുകൾ പുറത്തു വരുന്നതും ഈ അപവാദങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നതും KC വേണുഗോപാൽ പക്ഷത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയതിനു ശേഷം, അതായത് നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആ സമയത്താണ്. നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടാവും, PV അൻവറിനെ കാണാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നട്ടപ്പാതിലേക്ക് വന്നത്. സത്യത്തിൽ PV അൻവറിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വന്നതല്ല. ഇതേ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സപ്പോർട്ട്, അല്ലെങ്കിൽ അവരുടെ അണികളുടെ സപ്പോർട്ട്, യൂത്ത് ലീഗിന്റെ സപ്പോർട്ടൊക്കെ PV അൻവറിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ ചെയ്തിരുന്നു. സത്യത്തിൽ ഈ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എല്ലാം PV അൻവറിന് അറിയാമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ആ സമയത്ത് VD സതീശൻ പക്ഷമാണല്ലോ. VD സതീശൻ പക്ഷത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങൾ, VD സതീശനോടുള്ള കലിപ്പ്, അന്ന് അൻവറിന് സതീശനോട് കലിപ്പുണ്ടായിരുന്നു. ആ കലിപ്പ് കാരണം എടുത്ത് പുറത്തിട്ടാൽ രാഹുലിന്റെ ഭാവി തീരും. അൻവറത് ചെയ്യില്ലെന്നൊന്നും പറയാക്കൂല. കാര്യം സതീശൻ ഇമാരി കളി കളിക്കുമ്പോൾ സതീശനത്തിട്ട് കുട്ടുകൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കരുവാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലോ. രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, ആരെയും എടുത്തിട്ട് കുടഞ്ഞോടാണല്ലോ അവനവന്റെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസാരം പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നട്ടപ്പാതിരയ്ക്ക് രാഹുൽ മാങ്കൂട്ടം PV അൻവറിനെ കാണാൻ എത്തിയത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തില് ഇപ്പോ VD സതീശന്റെ പക്ഷത്തല്ല എന്നും KC വേണുഗോപാലിന്റെ പക്ഷത്താണ് എന്നും PV അൻവറിനെ ഒരു പക്ഷേ അറിയുമായിരിക്കില്ല. ആ സമയകാലത്താണ് അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായത്. ഏതായാലും അതിനുശേഷമാണ് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നത് സത്യമാണ്. അതിനുശേഷമാണ് ചാനലുകളിൽ രാഹുൽ മാങ്കൂട്ടം ഒരു വില്ലനായി മാറിയത് എന്നത് സത്യമാണ്. കാരണം CPM ആയാലും കോൺഗ്രസ് ആയാലും, കോൺഗ്രസിന്റെ ഒരുപക്ഷമായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടിക്കാനായിട്ട് വാളോങ്ങി എപ്പോഴും അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് അടി തെറ്റും. അത് തന്നെയാണ് കണ്ടത്. കാര്യം ഇത് നേരത്തെ വരേണ്ടതല്ലേ. ഈ ഒരു സമയത്ത് ഇത് പുറത്തു വന്നതിന്റെ കാരണം എന്താ? അത് ഇനിയും തുടർന്ന് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ചാനലുകൾക്ക് തന്നെ അടി കിട്ടുമെന്ന് കരുതിയിട്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊല്ലുന്നതിൽ നിന്ന് ചാനൽ, പ്രത്യേകിച്ച് ആ 3 ചാനലുകൾ പിന്നോട്ട് പോയത് എന്നാണ് അറിയേണ്ടത്. Different angles. Don't forget to subscribe and support this channel.